ഹിന്ദിയോ ഇംഗ്ലീഷോ ബിഗ് ബോസ് അല്ല. നിങ്ങൾ അവിടെ ചെന്നതിന് ശേഷം ബാക്കിയുള്ളവരും കൂടെ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. എന്താ മലയാളത്തിൽ സംസാരിക്കാൻ എത്ര ബുദ്ധിമുട്ട്? ആദ്യത്തെ കുറച്ച് ദിവസമായതുകൊണ്ടാണ്. ആദ്യത്തെ കുറച്ച് ദിവസം ഇന്നലെ വരെ നിങ്ങൾ ഏറ്റവും മോശമായ വാക്കുകളാണ് എങ്ങനെയാണോ വീട്ടിൽ സംസാരിക്കുന്നത്? അല്ല. പിന്നെ മര്യാദയ്ക്കുള്ള ഭാഷയിൽ സംസാരിച്ച് കളിക്കാനാണെങ്കിൽ അവിടെ നിൽക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ വരാം. സോറി ലാലേട്ടാ. സോറി. ഒരു ഷോ അല്ലേ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ ഉടനെ കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ പുറകെ വരുമൊന്നുമില്ല. ഇത് മുഴുവൻ മ്യൂട്ട് ചെയ്ത് കാണിക്കാനുള്ളതല്ല. റോബിന് ബുദ്ധിമുട്ടുണ്ടോ അവിടെ നിൽക്കാൻ? ഇല്ല. മര്യാദയ്ക്ക് സംസാരിക്കണം. ഓക്കെ സർ. നിങ്ങൾക്ക് വഴക്കുണ്ടാക്കാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. വാദപ്രതിവാദങ്ങളാകാം, ദേഹത്ത് തൊടാതുള്ള എന്ത് കാര്യങ്ങളാവാം. ബാക്കിയുള്ളവർ എന്താ മണ്ടന്മാരാണ് അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ. യാസ്മിന് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റില്ലേ? ഞാൻ മര്യാദയ്ക്ക് അല്ല സംസാരിക്കുന്നത്. ഞങ്ങൾ എന്താ പൊട്ടന്മാരല്ല. എന്താ ബാക്കി ഉണ്ടാകുക? മറ്റേത് നിങ്ങൾ ക്യാപ്റ്റൻ അല്ലേ, എന്നൊരു തോന്നിയ ദിവസമാണോ കാണിക്കുന്നത്? ഇന്നലെ എന്താണ് ഒരു തമാശയായിരിക്കാം, അവിടെ ജയിലിൽ അടപ്പോയിട്ട് അയാളുടെ കാല് പിടിച്ച് കയറൂ അങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത്? കേറില്ലെങ്കിൽ നിങ്ങൾ ക്യാപ്റ്റൻ, അല്ലെങ്കിൽ പോയി അകത്ത് കയറാൻ പോകണം, അല്ലെങ്കിൽ നിങ്ങൾ പോകണം. അയാൾ അവിടെ നിന്ന് ഓറഞ്ച് എടുത്ത് തിന്നാ. അത് കഴിഞ്ഞ് ഇതേ കാര്യം റോബിനാണ് ചെയ്തതെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യുമായിരുന്നോ? എനിക്ക് വേറെ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യണോ? അവരുടെ ഉള്ളിൽ കയറാൻ നമുക്ക് കേറുന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ ക്യാപ്റ്റനാണ് കാല് പിടിച്ച് കയറി. അതൊക്കെ ഒരു നമുക്ക് എന്താണ് ഒരു ഗെയിം അല്ലേ. അതുപോലെ ജയിലിന്റെ അകത്ത് വിട്ടു, അവർക്ക് കൊടുക്കുന്ന ഒരു കാര്യം അവർ ചെയ്തിട്ടില്ല. അതെന്താ ചോദിക്കൂ അവരോട്. നിങ്ങൾ ചോദിക്കൂ. അത് എനിക്കില്ലേ, എനിക്ക് ആ 2 മാലയും വേണം. അവർ ചെയ്യുന്നില്ല. എന്താ ചെയ്യാത്തതെന്ന് ചോദിക്കൂ അവരോട്. ചോദിക്കൂ. ഞാൻ ചോദിച്ചു, അവർ ചെയ്യുന്നില്ല. റിയാസ് പറയുന്നു എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാ ചെയ്യാൻ പറ്റാത്തത്? ഇല്ല സർ, നമ്മൾ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല? ഞങ്ങളല്ല തിരഞ്ഞെടുത്തത്, നിങ്ങളെ അവിടെ ഇരിക്കുന്ന ആൾക്കാരാണ് തിരഞ്ഞെടുത്ത് ജയിലിലേക്ക് വിട്ടത്. അത് ഞങ്ങളുടെ കുഴപ്പമില്ല, നിങ്ങളുടെ പ്രവൃത്തിയും അല്ലെങ്കിൽ വാട്ടെവർ അതുകൊണ്ടിട്ടാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഡിസർവിംഗ് അല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല, ഐ വോണ്ട് ഡു എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കളിക്കാൻ പറ്റില്ല റിയാസ്. നിങ്ങൾ ഏറ്റവും നല്ലൊരു പ്ലെയർ ആയിട്ട് വന്ന് ഒക്കെ ഭംഗിയായിട്ട് കളിക്കുന്നു, പക്ഷെ അല്ല തോന്നിയ മാസം ഞാൻ സമ്മതിക്കില്ല. കാര്യമായിട്ട് പറയുന്നത് ലാസ്റ്റ് വാർണിംഗ്. റോബിൻ, ലാസ്റ്റ് വാർണിംഗ് ആണ് റോബിൻ. ഓക്കെ സർ. ആ മാല പൊട്ടിച്ചെറിഞ്ഞ എന്തിനാണ്? നിങ്ങൾക്ക് രണ്ടുപേരും ചേർന്ന് ആ 2 മാല എനിക്ക് തന്നിരിക്കണം, ഇല്ലാതെ ഞാൻ കളിക്കാൻ സമ്മതിക്കില്ല നിങ്ങളെ. അതുപോലെ 2 പേർക്കും ബിഗ് ബോസ് പറയുന്നവരെ ആരെയും നോമിനേറ്റ് ചെയ്യാനും പറ്റില്ല. യാസ്മിൻ കുറച്ചുകൂടെ കറക്റ്റായിട്ട് നന്നായിട്ട്. യാസ്മിൻ നല്ല പ്ലെയർ ആണ്. ഹലോ ലുക്ക് അറ്റ് മീ, ഐ ആം ടോക്കിംഗ് ടു യു എന്നതാണ്. നല്ല പ്ലെയർ ആണ്, പക്ഷെ ഉപയോഗിക്കുന്ന വാക്കുകൾ, ആ പട്ടിയുടെ പാട്ടുകൾ അതൊന്നും പാടണ്ടേ? വഴി വെറുതെ ഒരാളെ പ്രൊവോക്കേറ്റ് ചെയ്യുന്ന എന്തിനാണ്? തമാശ കാണിച്ചോളൂ, ഒരു ഗെയിമല്ലേ. ബാക്കി എല്ലാവരെയും അസ്വസ്ഥരാക്കുന്ന എന്തിനാണ്? ഇരിക്കാം. റിയാസും റോബിനും അടുത്ത 3 ദിവസം, നാളെ കഴിഞ്ഞാൽ 3 ദിവസം ജയിലിലാണ് കിടക്കേണ്ടത്. ജയിലിൽ കിടന്ന് മാല കോർത്ത് എനിക്ക് തന്നിരിക്കണം. ഇതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ടേക്ക് ദ ബാഗ് എന്റെ അടുത്തേക്ക് വരാം. ഇതിന്റെ ആൻസർ പറഞ്ഞിട്ട് ഞാൻ അടുത്ത വർത്താനം പറയുന്നുള്ളൂ. സാർ അത് ചെയ്തോളാം. ചെയ്യാം ലാലേട്ടാ. ഇരിക്കാം. ഞാൻ ചോദിക്കട്ടെ, എന്താണ് സുചിത്ര, നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഇവർ 3 പേരും ഇവിടെ കാണിക്കുന്നതില്? അല്ല, അത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള എന്താണ് ഞാൻ ചോദിക്കുന്നത്? ഞങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുന്നു. എന്താണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്? നിങ്ങൾക്ക് പറഞ്ഞുവിടുമെന്ന്. അല്ല, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഈ ഗെയിമെല്ലാം. അല്ല, ഇവരുടെ വഴക്ക് നടന്നപ്പോൾ ഞാൻ തന്നെയാണ് പോയി 2 പേരോടും ചോദിച്ചത്, നിങ്ങൾക്ക് അതൊന്ന് കോംപ്രമൈസ് ചെയ്തുകൂടെ, ഞങ്ങൾക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവുന്നു. ഞാൻ 2 പേരുടെ വിചാരം ഇതെല്ലാം ഞങ്ങൾ കാണിക്കുന്നു എന്നാണ്. റോബിൻ പറയുന്നത്, റോബിൻ 50 ദിവസം ഒരു സ്ട്രാറ്റജി എന്ന വാക്ക് എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു ഇത് കളിക്കും, അത് കഴിഞ്ഞ് വേറെ കളിക്കും. നിങ്ങൾ നന്നായിട്ട് കളിക്കൂ, നിങ്ങളൊക്കെ നല്ല പ്ലേയേഴ്സ് അല്ലേ. എന്ത് പറഞ്ഞാലും വളരെ മോശമായ വാക്കുകളാണ്. ഇതൊന്നും മലയാളം ആദ്യമായിട്ടാണ് ബിഗ് ബോസ് വീട്ടിൽ ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ ഫാമിലി ഓഡിയൻസ് കാണുന്നതല്ലേ. ഈ ഷോയ്ക്ക് നിലവാരമുണ്ട്, ആ നിലവാരമില്ലാത്ത ആരായാലും ഞാൻ സമ്മതിക്കില്ല. ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്, കാര്യമായിട്ട് പറയാണ്. ഇരിക്കാം. ലക്ഷ്മിപ്രിയ ഇംഗ്ലീഷാണോ സംസാരിക്കുന്നത് ഇപ്പൊ? അല്ല, ഞാൻ ഇംഗ്ലീഷല്ല സംസാരിക്കുന്നത്. അല്ല, എല്ലാവരും സംസാരിച്ച് മുഴുവൻ ഇംഗ്ലീഷ് സംസാരിച്ചോളൂ. ഞാനും ചിലപ്പോൾ സംസാരിക്കും ചില വാക്കുകൾ കിട്ടാൻ വരുമ്പോൾ. പക്ഷെ ഇംഗ്ലീഷിൽ നമ്മൾ ഇത് എന്താ വീട്ടിൽ പറയുന്ന ഭാഷ പോലാണോ? നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ വീട്ടിൽ സംസാരിക്കുന്നവരൊക്കെ? അല്ല ലാലേട്ടാ, എനിക്ക് ഇവിടുത്തെ പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോ. അഖിൽ,
അഖില് പറയുന്നല്ല പണ്ട് റോബിൻ വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ മലയാളമായിരുന്നു, ഇപ്പൊ മുഴുവൻ ഇംഗ്ലീഷായ. അല്ല ഈ റിയാസും റോബിൻ ഡോക്ടറും തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ ഒരുപാട് ഇംഗ്ലീഷ് ആയിരുന്നു. അതെ, മനസ്സിലായി. മലയാള ഷോ ആണ്, ഹിന്ദി ഷോ ഒന്നും അല്ല. ഇത് വേണമെങ്കിൽ അവിടെ പോയി കളിച്ചോളൂ. ഈ കോടതി മുറി എന്നൊക്കെ പറയുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു ഗെയിമായിട്ടല്ലേ ഞങ്ങൾ കൊണ്ടിരുന്നത്. അതൊരു ഫണ്ണാണ്. തവളച്ചാട്ടം കാണാൻ പറഞ്ഞാൽ അതൊരു ഗെയിമാണ്. അതിന് ചെയ്തിട്ട് കാണിക്കുക എന്നുള്ളത് അവിടെ വെച്ച് വേറെ ആംഗ്യങ്ങൾ കാണിക്കുക, അതിന് ചീത്ത പറയുക, ഇത് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അഖിൽ എന്താണ് പറയാനുള്ളത്? രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു സാർ. അല്ല, ഈ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ജാസ്മിന് എന്താ കാണിക്കുന്നത്? ജാസ്മിൻ അങ്ങനെ പറയരുത്. അയ്യോ ഞാൻ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകണം. അല്ലാതെ അയാള് എങ്ങനെയെങ്കിലും കാല് പിടിച്ച് കയറ്റി അവരുടെ ഓടി കളിക്കുക, ഓറഞ്ചെടുത്ത് തിന്നുക, അങ്ങനല്ല. നിങ്ങൾ തീർച്ചയായിട്ടും ബിഗ് ബോസിന്റെ അടുത്ത് പറയണം, കംപ്ലൈന്റ് ചെയ്യണം. പറയൂ. ഇവരെല്ലാരും കൂടെ എന്നെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് ഒരു അടി ഉണ്ടായ സമയത്ത് മീറ്റിംഗ് വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ അടി തീർക്കാൻ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. പിന്നെ ബിഗ് ബോസ് തന്നെ എനിക്കൊരു നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു, ഈ ജയിൽ പുള്ളി ബാത്റൂമിൽ പോകുന്ന സമയത്ത് നോക്കാൻ. സോ എനിക്ക് ഫിസിക്കലി പറ്റുന്ന രീതിയിൽ ഞാൻ ഇവരോട് പറഞ്ഞിതാക്കുന്നുണ്ട്. ഇപ്പം ലാൽ സാർ ചോദിച്ചിട്ടില്ലേ ഈ അടിനൊക്കെ ഡാൻസ് കളിക്കാം, ഇല്ലാണ്ട് എനിക്കൊന്നും എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. ഇവിടെ ഒരു തല്ലുണ്ടാകുന്ന സമയത്ത് മുന്നിലുള്ള ക്യാപ്റ്റന്മാർ അതിൽ ഇടപെട്ടിട്ടേ ഇല്ല, രണ്ടാൾക്കാർ ഉണ്ടാവുന്ന നോക്കുന്നത്. ജസ്റ്റ് ഒരു തേർഡ് ക്ലാസ് ചീപ്പ് ഷോ കാണിക്കണം എന്നുള്ള രീതിയിൽ ഓരോരുത്തർ ഇന്റൻഷനലി ചെയ്യുന്നത്. അതിൽ പോയി ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കാൻ പോകുന്നതല്ല. അതിപ്പോ ക്യാപ്റ്റൻ ആണെങ്കിലും ആസ് എ കണ്ടസ്റ്റന്റ് ആണെങ്കിലും എനിക്ക് ബിഗ് ബോസ് കംപ്ലൈന്റ് ചെയ്യാലോ. ഞങ്ങൾ പറയും, ഞങ്ങൾ ഒരു അധികാരം തന്നിരിക്കുന്ന ക്യാപ്റ്റനാണ്. നിങ്ങൾ പറയാ ബിഗ് ബോസ് ഇയാൾ ഞങ്ങൾ പറയുന്ന കേൾക്കുന്നില്ല, വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നു, ഞങ്ങൾ വന്ന് സംസാരിക്കുമല്ലോ, ഞങ്ങൾക്ക് എന്താ, ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇത് അനുവദിച്ച് തരാവുന്ന പ്രശ്നമല്ല. വളരെ സന്തോഷകരമായിട്ടുള്ള ഷോ മുന്നോട്ട് പോകാമെങ്കിൽ മാത്രം അവിടെ നിന്നാൽ മതി. എനിക്കൊരു നിർബന്ധമില്ല അവിടെ ആരും നിൽക്കണമെന്ന്, ബിഗ് ബോസിനുമില്ല. ധന്യ, എന്താണ് സനിയുടെ അഭിപ്രായം? ലാലേട്ട, ഒരു വഴക്കുണ്ടാവുമ്പോ തീർച്ചയായിട്ടും ക്യാപ്റ്റന്റെ ഉത്തരവാദിത്വം ഉണ്ട്. ഫസ്റ്റ് തന്നെ പൊതുവെ ഈ ആഴ്ച വളരെ മോശമായിരുന്നു ലാലേട്ട, വളരെ മോശമായിരുന്നു. കാരണം ഈ ആഴ്ച എന്ന് പറയുന്നതിന്റെ റെസ്പോൺസിബിലിറ്റി ജാസ്മിനിലേക്ക് എത്തും. അതാണ് ജാസ്മിൻ ഞാൻ സംസാരിച്ചത്. ക്യാപ്റ്റന്റെ മാത്രമല്ല, ജാസ്മിനല്ല വേറൊരാളായാലും ഞാൻ ഇങ്ങനെ അതെ, ഈ ജാസ്മിന്റെ സ്ഥാനത്ത് ആരായാലും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാഴ്ചയായിരുന്നു കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം രണ്ട് കണ്ടസ്റ്റൻസ് തമ്മിൽ ഇന്നേ വരെ ഈ വീട്ടിൽ ഉപയോഗിക്കാത്ത കുറെ വാക്കുകളാണ് ഉപയോഗിച്ചത്. മാത്രമല്ല ലാലേട്ട, തെറി പറയാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ഓർഡർ വന്നതിന് ശേഷം ആ തെറി വാക്കിന് പകരം മറ്റൊരു വാക്ക് ക്രിയേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അത് അംഗങ്ങളായി ഞങ്ങളുടെ മുഖത്തടിച്ച പോലെ പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പ്രേക്ഷകർക്ക് മനസ്സിലാവില്ലായിരിക്കും ഇത് തെറിയാണെന്ന്. പക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്കറിയാലോ തെറിയാണ് പറയുന്നത്. അതൊന്നും അനുവദിക്കാൻ പറ്റില്ല. പ്രേക്ഷകർക്ക് അറിയാം. ഇത് ഇനി നോക്കട്ടെ, ഇത് ഇങ്ങനെ ഈ ഷോ എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് ഞാൻ നോക്കട്ടെ. നിമിഷയ്ക്ക് എന്താണ് പറയാനുള്ളത്? നിമിഷ പറഞ്ഞു, ഞാൻ അഡ്വക്കേറ്റ് ആണ്, ഞാൻ കോടതിയിൽ വെച്ച് ഇത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കോടതിയിൽ വെച്ച് മാത്രമേ ഉള്ളൂ, അല്ലാതെ സംസാരിക്കുമ്പോൾ കുഴപ്പമില്ലേ? ഇല്ലല്ല ചേട്ടാ, ഞാൻ ആ ഒരു ടാസ്ക് ബേസ് ചെയ്തിട്ട് ചെയ്തല്ല, അല്ലാതെ വീട്ടിന്റെ അകത്ത് വെച്ച് അല്ലാതെ സംസാരിക്കാൻ പാടില്ല. നിങ്ങളുടെ ഫ്രണ്ടിനോട് പറഞ്ഞാൽ എന്താ? അല്ല, ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ജാസ്മിനോടും പറഞ്ഞിരുന്നു. മാത്രമല്ല എല്ലാവരോടും പറയാം ഈ വീട്ടിൽ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന്. അല്ല, നീ ഒരു ക്യാപ്റ്റൻ വീടെന്ന് പറയുന്നത് നിങ്ങളുടെ വീടാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? തമാശ ഒരു പ്രാവശ്യം ഓക്കെ, 2 പ്രാവശ്യം ഓക്കെ. ഇത് എല്ലാ ദിവസവും ഇതിനാണെങ്കിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ഞങ്ങൾ എന്താ മണ്ടം വരാണോ? ദിൽഷ, എന്താണ് അഭിപ്രായം? ഞാൻ എപ്പോഴും ഇവരടുത്ത് ഞാൻ ഫസ്റ്റ് വന്ന അന്ന് മുതലേ ഞാൻ പറഞ്ഞൊരു കാര്യമല്ല ലേട്ടാ, ബാഡ് വേർഡ്സ് യൂസ് ചെയ്തിരുന്നത്. ഇവരെ പോലെ ഒരു പ്രശ്നം വന്നപ്പോ ഞാനും അവിടെ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ ഒരു ചീത്ത വാക്ക് ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്? അവര് അറിയാതെ പറഞ്ഞതായിരിക്കാം, പക്ഷെ വളരെ മോശമായ കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞില്ല ലേട്ടാ. ഇല്ല, അഭിപ്രായങ്ങൾ പറയാം, നിലപാട് പറയാം, തമാശ പറയാം, വഴക്കാകാം, പക്ഷെ അതിനൊക്കെ ഒരു മര്യാദയില്ല. ഒരു ഷോ അല്ലേ? നിങ്ങൾക്ക് അത്തരം ഷോകൾ വേറെ എവിടെയെങ്കിലും കണ്ടുപിടിച്ച് നിങ്ങൾ അവിടെ പോയി ചെയ്തോളൂ. ഇവിടെ ചെയ്യണ്ട, ഇവിടെ ചെയ്യാൻ സമ്മതിക്കില്ല. ഞാൻ എന്തിനാണ് പിന്നെ എല്ലാ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ഇവിടെ നിൽക്കുന്നത് നിങ്ങളുടെ മുമ്പില് വിട്ടുവേഷം കെട്ടി ഇരിക്കും? റോബിൻ, അല്ല ഇത് ഇങ്ങനെ തുടരാനാണോ? റോബിൻ പറഞ്ഞു ഇനി അടുത്ത ആഴ്ച 50 ദിവസം ഞാൻ ഇങ്ങനെ 50 ദിവസം വഴക്കുണ്ടാക്കി, എങ്ങനെയാണ് തുടരാനാണോ പ്ലാൻ? നന്നായിട്ട്